പട്ടിണി മൂലം ഗസയിൽ 7 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 154 ഉയർന്നു. ഭക്ഷണം തേടിയെത്തിയവർക്ക് നേരെ ഇന്ന് നടന്ന വെടിവെപ്പിൽ 40 പേർ കൊല്ലപ്പെടുകയും 150 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസ തീവ്ര ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലമർന്നിരിക്കെ വിലക്കുകളില്ലാത്ത മാനുഷിക സഹായം അനിവാര്യമെന്ന് UN പിന്തുണയുള്ള ഭക്ഷ്യസുരക്ഷാ സംഘടന വ്യക്തമാക്കി. കൂടുതൽ സഹായം ഉറപ്പാക്കാൻ വിസമ്മതിച്ച ഇസ്രായേൽ ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ചുള്ള ഫ്രാൻസിന്റെയും മറ്റും പ്രഖ്യാപനത്തോടെ ഹമാസിന് കൂടുതൽ കരുത്ത് ലഭിച്ചതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് നാളെ ഇസ്രായേലിലേക്ക് പുറപ്പെടും. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, പറഞ്ഞതുപോലെ തന്നെ പട്ടിണി ഗസയിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. മരണസംഖ്യ ഓരോ ദിവസവും ഉയർന്നു. താൽക്കാലികമായി ഇസ്രായേൽ ഏർപ്പെടുത്തിയ സംവിധാനങ്ങളൊന്നും എവിടെയും എത്തിയിട്ടില്ല, ഫലം കാണുന്നുമില്ല. പക്ഷേ ഇനിയും എത്ര നാൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ലോകത്തിന് മുന്നിലുള്ള ചോദ്യം. അനീഷ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസയിലെ 3 ഇടങ്ങളിൽ 10 മണിക്കൂർ നേരത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ. അതോടൊപ്പം തന്നെ റഫ അതിർത്തിയിലൂടെ കൂടുതൽ ട്രക്കുകൾ, സഹായ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. വളരെ പരിമിതമായിട്ടുള്ള ട്രക്കുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പോലും ഇസ്രായേൽ അനുമതി നൽകുന്നത്. അത് മാത്രമല്ല, കുറ്റമറ്റ രീതിയിൽ ഈ ഭക്ഷണ വിതരണത്തിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ കൂട്ട പട്ടിണി മരണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുതുതായി മരണപ്പെട്ടവരിൽ വളരെ ചെറിയ കുട്ടികൾ പോലും ഉൾപ്പെടുന്നുണ്ട്. 7 പേരാണ് പുതുതായിട്ട് മരണപ്പെട്ടിരിക്കുന്നത്. അതോടുകൂടി 154 ഈ പട്ടിണി മരണത്തിന്റെ മാത്രം സംഖ്യ ഉയരുകയാണ്. അതിന് പുറമെയാണ് ഇന്ന് മാത്രം ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 49 പേരെയാണ് ഇസ്രായേൽ ഈ ഭക്ഷണം തേടി വന്ന മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരൊറ്റ ദിവസത്തിനുള്ളിലാണ് 49 പേരും കൊല്ലപ്പെട്ടത് എന്ന് നമ്മൾ നാം വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇത്രയേറെ ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായിട്ടും ഈ ഭക്ഷണത്തിന് തേടി വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം അവരെ വെടിവെച്ച് കൊല്ലുക എന്ന കൃത്യമായിട്ടുള്ള ഈ ആസൂത്രിത വംശഹത്യയുടെ അതേ ചേരുവകൾ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും മറ്റും വലിയ തോതിലുള്ള സമ്മർദ്ദവും പ്രതികരണവും ഒന്നും തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒരു വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭക്ഷ്യവിതരണ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനോ ഉള്ള ഒരു നീക്കവും നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാളെ പശ്ചിമേഷ്യൻ ദൂതനായിട്ടുള്ള അമേരിക്കയുടെ സ്റ്റീവ് വിറ്റ്കോഫ് വീണ്ടും ഇസ്രായേലിൽ എത്തുന്നത്. എന്തായാലും നാളെ തന്നെയും ഇസ്രായേൽ നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ട ചില പുതിയ സംവിധാനങ്ങൾ തങ്ങൾ ആലോചിക്കുമെന്നാണ് അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ എത്ര കണ്ട് ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ മറികടന്നുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു താല്പര്യം അമേരിക്ക ഇക്കാര്യത്തിൽ എടുക്കുമോ, അതല്ല ഈ കുരുതിയിലൂടെ ഈ വംശഹത്യക്ക് കൂടുതൽ ആക്കം നൽകാനുള്ള ഒരു നീക്കമായിരിക്കുമോ അമേരിക്ക തുടരുന്നത് എന്നത് സംബന്ധിച്ച ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളും നടപടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഫ്രാൻസ് തന്നെയാണ്. ഫ്രാൻസും ബ്രിട്ടനുമാണ് ഇതിനിപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 രാജ്യങ്ങൾക്കെതിരെ ഇന്നിപ്പോൾ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രസ്താവനകൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്നും അതോടൊപ്പം തന്നെ ഗസയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തങ്ങൾ മറിച്ചുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമെന്നും ഫ്രാൻസും ബ്രിട്ടനും പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം നീക്കങ്ങൾ ഹമാസിന് കൂടുതൽ കരുത്തേകുന്നതാണ്. അത് ഹമാസിന്റെ അജയ്യതയ്ക്ക് കൂടുതൽ അവർക്കൊരു ബലം നൽകുന്ന തീരുമാനങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അത് സെമിറ്റിക് വിരുദ്ധമാണ് എന്നതുൾപ്പെടെയുള്ള കുറ്റപ്പെടുത്തലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഭക്ഷ്യവിതരണം ഒരു വ്യവസ്ഥാപിത രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഈ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനിടയിലും ഇസ്രായേൽ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ്. അപ്പോൾ ഇസ്രായേലിന്റെ മുമ്പിലുള്ള ലക്ഷ്യം വളരെ കൃത്യമാണ്. ഈ കൂട്ടക്കുരുതി അതേ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും തങ്ങളുടേതായിട്ടുള്ള അധിനിവേശം ഈ ഗസയുടെ മണ്ണിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗസയുടെ ചില പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റുമെന്ന തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ പ്രസ്താവന വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടായിട്ടില്ല എന്നതുകൂടി നാം ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. അനീഷ, നാസർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഫ്രാൻസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമാണ് നിലപാട് വ്യക്തമാക്കിയത്. അതിൽ തന്നെ പറഞ്ഞത് സെപ്റ്റംബറിൽ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് കീർ സ്റ്റാർമറിന്റെ പ്രഖ്യാപനം. പക്ഷേ ആഗോളതലത്തിൽ കൂടുതൽ ഈ ഇസ്രായേൽ ഒറ്റപ്പെടുമ്പോഴും ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സമ്മർദ്ദം ചെലുത്താൻ ഈ ആഗോള രാജ്യങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും?
തീർച്ചയായിട്ടും വലിയ സമ്മർദ്ദം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇപ്പോഴും ഇസ്രായേലിനുണ്ട്. മാത്രമല്ല ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിലേക്ക് ഇപ്പോൾ കടക്കാനായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലവിലുള്ള സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ നയതന്ത്ര തലത്തിലുള്ള ഒരു പരിരക്ഷ ഉറപ്പാക്കാനാണ് ഇപ്പോൾ അമേരിക്ക നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്നൊരു അവിശുദ്ധ രാജ്യത്തിന്റെ പിറവിക്ക് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള റോൾ വഹിച്ച ബ്രിട്ടൻ പോലും ഒരു പുനർവിചിന്തനം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം അത്തരം നിലപാടുകൾ കൂടുതൽ സ്ഥിതിഗതികൾ സങ്കീർണമാക്കുമെന്ന ഒരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ അമേരിക്ക നടത്തി വരുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിലുള്ള ഈ ഗസയിലെ ഭക്ഷ്യ സഹായം വിപുലപ്പെടുത്തും എന്നതിൽ അപ്പുറത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാര ഫോർമുല തന്നെയാണ് ഏറ്റവും ശക്തമെന്ന സൗഹൃദ രാജ്യങ്ങളുടെ പോലും ആ നിലപാട് അംഗീകരിക്കാൻ ഇപ്പോൾ പോലും അമേരിക്ക തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പരിരക്ഷയാണ് ഇപ്പോൾ ഇസ്രായേലിന് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടിനെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ഒരു സഹായകമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് ഒരു സെമിറ്റിക് വിരുദ്ധമായിട്ടുള്ള സമീപനമായിരിക്കും. അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് മാത്രമല്ല യൂറോപ്പിന്റെ താല്പര്യങ്ങൾക്കും ഗുണം ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് പിറകോട്ടടിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ അമേരിക്ക പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. പക്ഷേ സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ ഫ്രാൻസും ചേർന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്നിരിക്കുന്ന UN പ്രത്യേക സമ്മേളനം, ആ സമ്മേളനത്തിൽ ഏതാണ്ട് 125ഓളം രാജ്യങ്ങളാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സെപ്റ്റംബറിൽ ചേരുന്ന UN പൊതുസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ ബ്രിട്ടൻ അറിയിച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ ഗസയിൽ അതിനു മുമ്പ് തന്നെ വെടിനിർത്തൽ രൂപപ്പെടുത്തുകയും അവിടുത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രസ്താവനയെ അടിമുടി വിമർശിക്കുക എന്നതിലപ്പുറത്ത് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഉപാധികൾ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള വിളംബരം കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവർക്ക് പ്രചോദനം നൽകുന്നത് അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുമാണ്. അതുകൊണ്ട് അമേരിക്കയെ തിരുത്താതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ എത്ര ശക്തമായിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ചോദ്യം കൂടി നിലവിലുള്ള ലോക സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. അനീഷ. നാസർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒരു ചോദ്യം ഇസ്രായേലിനോട് ചോദിച്ചിരുന്നു. അതായത് ഈ ഗസയിലെ പട്ടിണി മരണത്തിൽ ഒരു നിലപാട് ഇസ്രായേൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കണം എന്ന കാര്യം ട്രംപ് തന്നെ ചോദിച്ചിരുന്നു. അതിൽ എന്ത് നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ചും സ്റ്റീവ് വിറ്റ്കോഫ് നാളെ ഇസ്രായേലിലേക്ക് പോകാനിരിക്കുകയാണല്ലോ. അനീസ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുറമേക്ക് നടത്തുന്ന പ്രതികരണം മാത്രമല്ല, 2 തവണയാണ് വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ഈ മാസത്തിൽ തന്നെ നെതന്യാഹുവുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയുടെയും അവർ പങ്കുവച്ച ചർച്ചയുടെയും വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിടാൻ അമേരിക്കൻ നേതൃത്വം തയ്യാറായിട്ടില്ല. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കിയത് ഗസ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കേണ്ടതുണ്ട്, അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റേണ്ടതുണ്ട്, ഗസയിലുള്ള ആളുകളെ മറ്റെവിടേക്കെങ്കിലും പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രഖ്യാപനമാണ് ഇസ്രായേലിന് ഈ കുരുതി കൂടുതൽ ശക്തമായിട്ട് തുടരാൻ പ്രേരണയായതും അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചതും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തുറന്ന പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവും അതോടൊപ്പം ഈ ട്രംപും നേരത്തെ ചർച്ച ചെയ്തത് ഏത് അർത്ഥത്തിലുള്ള നീക്കങ്ങളാണ് ഗസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, യുദ്ധാനന്തര ഗസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏത് നിലപാടാണ് ഈ 2 രാജ്യങ്ങളും ഇപ്പോൾ സ്വീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് അനീഷ സൂചിപ്പിച്ചതുപോലെ നാളെ സ്റ്റീവ് വിറ്റ്കോഫ് പുറപ്പെടുന്നത്. പക്ഷെ ഗസയിലെ സ്ഥിതിഗതികൾ വളരെ പ്രയാസകരമാണ്, ഗുരുതരമാണ്, അത് മാറ്റിയെടുക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ടാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഈ ഭക്ഷ്യവിതരണ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയത്. അതിലേക്ക് ഭക്ഷണം തേടി വന്ന മനുഷ്യരെയാണ് 1400-ലധികം പേരെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 4000-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നിട്ട് പോലും ഈ സംവിധാനം മാറ്റി യുനെർവ ഉൾപ്പെടെയുള്ള UN ഏജൻസികളിലേക്ക് ഈ സംവിധാനം മാറ്റേണ്ടതുണ്ട് എന്നൊരു നിലപാട് അമേരിക്ക ഇപ്പോൾ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അതിനർത്ഥം ഈ കൂട്ടക്കുരുതി, ഈ വംശഹത്യ ഇസ്രായേലിന് നിർബാധം തുടരാനുള്ള ഒരു സമ്മതപത്രം തന്നെയാണ് US പ്രസിഡന്റ് ട്രംപ് നൽകുന്നത് എന്ന വിലയിരുത്തൽ ആ വിമർശനം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഇസ്രായേൽ സന്ദർശനത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുക എന്നതും അസാധ്യമായിട്ട് മാറുകയാണ്. അനീഷ. ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.
മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ മുഴുവൻ അവകാശങ്ങളും നൽകിക്കൊണ്ടാണെന്ന് കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യ UN ആസ്ഥാനത്ത് നടന്ന ഉന്നതതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗസയിലെ ഉപരോധം ആഗോള ഇടപെടൽ ഇല്ലെങ്കിൽ നിയന്ത്രണാതീതമാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കിയ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന കുവൈത്തിന്റെ ഉറച്ച നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഫലസ്തീനിൽ അടിയന്തര സഹായം എത്തിക്കാൻ അതിർത്തികൾ തുറക്കണമെന്നും കുറ്റവാളികളെ അന്താരാഷ്ട്ര കോടതിയിൽ കൊണ്ടുവരണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയർന്നു. ദിർഹവുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് ഇന്ന് 23 രൂപ 89 പൈസ എത്തി. ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കുവൈത്ത് കറൻസിയുടെ മൂല്യം 286 രൂപ 70 പൈസയായി. ഇന്ത്യൻ കയറ്റുമതിക്ക് US ഉയർന്ന താരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന പ്രചാരണത്തിന് പിന്നാലെയാണ് ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ഇടിഞ്ഞത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിരുന്ന കുതിപ്പും രൂപയ്ക്ക് ആഘാതമായി. ഇതോടെ ഇന്ന് US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഈ വർഷം മാർച്ച് പകുതിക്ക് ശേഷമുള്ള ഏറ്റവും ദുർബലമായ നിലയിലേക്ക് താഴ്ന്നു. ഇന്നലെ രാത്രി 23 രൂപ 56 പൈസയായിരുന്ന ദിർഹത്തിന്റെ വിനിമയ മൂല്യം ഇന്ന് രാവിലെ 23 രൂപ 89 പൈസയായി. ഏറ്റവും ഉയർന്ന വിനിമയ മൂല്യമുള്ള കുവൈത്ത് ദിനാറിന്റെ വിനിമയ നിരക്ക് 286 രൂപ 70 പൈസയുമായി. ബഹ്റൈൻ ദിനാറിന്റെ മൂല്യം 232 രൂപ 56 പൈസയിലെത്തി. ഒമാനി റിയാൽ 228 രൂപ 8 പൈസയായി. റിസർവ് ബാങ്കിന്റെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ രൂപ വീണ്ടും തളരാനാണ് സാധ്യതയെന്ന് വിനിമയ രംഗത്തുള്ളവർ സൂചന നൽകി. മീഡിയ 1 ദുബായ്. ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദുമായി ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസ് കൂടിക്കാഴ്ച നടത്തി. അൽ മുർത്തഫ ഗാരിസണിലുള്ള ഉപപ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ഇരുവരും അവലോകനം ചെയ്തു. സൗദിയിൽ സ്വകാര്യ കമ്പനികളിലെ സ്വദേശീവൽക്കരണം പാലിക്കുന്നതിന്റെ നിരക്ക് 94% ഉയർന്നതായി മാനവ വിഭവശേഷി മന്ത്രാലയം. ഈ വർഷം ആദ്യപാദത്തിലെ കണക്കുകളിലാണ് വളർച്ച രേഖപ്പെടുത്തിയത്. ഇതോടെ രാജ്യത്തെ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായും മന്ത്രാലയം വ്യക്തമാക്കി. 2025 ആദ്യപാദത്തിൽ തൊഴിൽ വിപണി മേൽനോട്ടം ശക്തിപ്പെടുത്തുന്നതിൽ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുലർത്തിയ ജാഗ്രത വ്യത്യസ്ത മേഖലകളിൽ നേട്ടത്തിന് കാരണമായി. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട് മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ സ്ഥാപനങ്ങളുടെ നിരക്ക് 94% ഉയരാൻ ഇത് കാരണമായതായും മന്ത്രാലയം വെളിപ്പെടുത്തി. സ്ഥാപനങ്ങളുടെ അനുസരണ നിലവാരം ഉയർത്തുന്നതിനും സ്ഥാപനങ്ങൾക്കുള്ളിലെ ഭരണം ശക്തിപ്പെടുത്തുന്നതിനും 2,50,000-ലധികം സന്ദർശനങ്ങൾ ലക്ഷ്യമിട്ട് മന്ത്രാലയം തുടക്കം കുറിച്ച പരിശോധനാ ക്യാമ്പയിൻ 3 മാസത്തിനുള്ളിൽ 4,11,000-ലേക്ക് എത്തിക്കാൻ സാധിച്ചു. സന്ദർശനങ്ങളുടെ ഫലമായി 1,15,000 ലംഘനങ്ങൾ കണ്ടെത്തുവാനും 46,000-ലധികം മുന്നറിയിപ്പുകൾ നൽകാനും മന്ത്രാലയ അധികൃതർക്ക് കഴിഞ്ഞു. ഇതോടെ പരിശോധന ഗുണനിലവാര നിരക്ക് 93.65% ഉയർന്നു. സൗദികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 6.3% എത്തി. മന്ത്രാലയത്തിന്റെ ശ്രമങ്ങൾ പരിശോധനയിലൊതുക്കാതെ പ്രത്യേക പരിശീലന പരിപാടികളും ഫീൽഡ് ടീമുകളെ ശാക്തീകരിക്കുന്ന ഡയലോഗുകളും സംഘടിപ്പിച്ചു. 1330-ലധികം പുരുഷ വനിതാ നിരീക്ഷകർക്ക് ഇത് പ്രയോജനപ്പെട്ടതായും മന്ത്രാലയം വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1 ദമ്മാം. സൗദി അറേബ്യയുടെ ഈ വർഷത്തെ GDP വളർച്ചയിൽ വർധന പ്രവചിച്ച് IMF. സൗദി സമ്പദ് വ്യവസ്ഥ ഈ വർഷം 3.6% വളർച്ച കൈവരിക്കുമെന്ന് IMFന്റെ പുതിയ പഠനം വ്യക്തമാക്കുന്നു. എണ്ണ ഉൽപാദനത്തിലെ തിരിച്ചുവരവും ടൂറിസം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ എണ്ണ ഇതര വ്യവസായങ്ങളുടെ തുടർച്ചയായ വികാസവും സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേക്കും. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിലാണ് അന്താരാഷ്ട്ര നാണയനിധി പുതിയ പ്രവചനങ്ങൾ പങ്കുവച്ചത്. സൗദിയുടെ വളർച്ചാ നിരക്ക് നേരത്തെ പ്രവചിച്ചതിൽ നിന്നും 0.6% ഉയർന്ന് ഈ വർഷം 3.6% വരെ എത്തുമെന്ന് പുതിയ പഠനം വ്യക്തമാക്കുന്നു. വിഷൻ 2030 പ്രകാരം സുസ്ഥിരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളും വൈവിധ്യവൽക്കരണ ശ്രമങ്ങളും ഇത് പ്രതിഫലിപ്പിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു. പുതുക്കിയ പ്രവചനങ്ങൾ പ്രകാരം ഇന്ത്യക്കും ചൈനക്കും പിറകിൽ ലോകത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി സൗദി അറേബ്യയെ മാറ്റും. സൗദിയുടെ വളർച്ച മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്ക മേഖലകളുടെ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഈ മേഖലയുടെ 2025 ശരാശരി വളർച്ചാ നിരക്ക് 3.4%.
എണ്ണ ഉൽപ്പാദനത്തിലെ തിരിച്ചുവരവും ടൂറിസം, ലോജിസ്റ്റിക്സ്, മറ്റു ഉൽപ്പാദന മേഖല തുടങ്ങിയ എണ്ണയിതര വ്യവസായങ്ങളുടെ തുടർച്ചയായ വികാസവും സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്തേകുമെന്നും റിപ്പോർട്ട് പറയുന്നു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് മൂന്നാം ഘട്ടം നടപ്പിലാക്കുന്നത് ഒമാൻ നികുതി അതോറിറ്റി നവംബർ 1 നീട്ടി. നവംബർ 1 മുതൽ ഒമാനിൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത ശീതളപാനീയങ്ങൾ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല. ഇറക്കുമതിക്കാർക്കും നിർമ്മാതാക്കൾക്കും ചില്ലറ വ്യാപാരികൾക്കും ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് നിയമം പാലിക്കുന്നതിനായി അധിക സമയം നൽകുന്നതിനാണ് തീയതി നീട്ടിയത്. നേരത്തെ ഇത് ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ചെയ്യാത്ത സോഫ്റ്റ് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്കുകൾ, മറ്റ് എക്സൈസ് പാനീയങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും വിതരണവും ഒമാനിൽ കർശനമായി നിരോധിക്കും. ഈ വിഭാഗത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ആഭ്യന്തര വിപണിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അംഗീകൃത ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പുകൾ പതിക്കണം. നവംബർ 1 മുതൽ സ്റ്റാമ്പ് ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കും. എക്സൈസ് നികുതി നടത്തിപ്പിൽ സുതാര്യതയും നിയമപാലനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള TDS നടപ്പാക്കൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. 2019 മധ്യത്തിലാണ് രാജ്യത്ത് എക്സൈസ് നികുതി നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ആദ്യം സിഗരറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പദ്ധതി പിന്നീട് ശീശ, തമ്പാക്ക് ഉൽപ്പന്നങ്ങൾ എന്നിവയിലേക്കും വ്യാപിപ്പിച്ചു. പിന്നീടാണ് കാർബണേറ്റഡ് പാനീയങ്ങൾ, എനർജി ഡ്രിങ്ക്സ് തുടങ്ങിയവയിലേക്കും ഡിജിറ്റൽ ടാക്സ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്. മീഡിയ 1, മസ്കത്ത്. UAE-യിൽ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്യുന്ന വ്യക്തികൾക്ക് അഡ്വൈസർ പെർമിറ്റ് നിർബന്ധമാക്കുന്നു. UAE മീഡിയ കൗൺസിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. സോഷ്യൽ മീഡിയയിൽ പണം വാങ്ങിയും അല്ലാതെയും പരസ്യം ചെയ്യുന്നവർക്ക് പെർമിറ്റ് നിർബന്ധമായിരിക്കും. ലൈസൻസ് നമ്പർ സാമൂഹിക അക്കൗണ്ടുകളിൽ പ്രദർശിപ്പിക്കണം. മീഡിയ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തതും പെർമിറ്റ് ലഭിച്ചതുമായ അക്കൗണ്ട് വഴിയല്ലാതെ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല. രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് വഴി മറ്റേതെങ്കിലും വ്യക്തിയെയോ പാർട്ടിയെയോ പരസ്യം ചെയ്യാനും അനുവദിക്കില്ല. വിദേശത്തെ ഇൻഫ്ലുവൻസർമാർ UAE-യിലെത്തി പരസ്യം ചെയ്യാനും പെർമിറ്റ് എടുക്കണം. വ്യക്തികൾക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുന്നതിന് പെർമിറ്റ് ആവശ്യമില്ല. അതോടൊപ്പം വിദ്യാഭ്യാസ, കായിക, സാംസ്കാരിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കും അനുമതിയുടെ ആവശ്യമില്ല. 3 മാസത്തിനകം പെർമിറ്റ് നിലവിൽ വരും. ആദ്യ 3 വർഷം പെർമിറ്റ് സൗജന്യമായിരിക്കും. മീഡിയ 1, ദുബായ്. മനുഷ്യക്കടത്ത് തടയുന്നതിലും നിയമനിർമ്മാണത്തിലും ഒമാൻ പുരോഗതി കൈവരിച്ചതായി വിലയിരുത്തൽ. അതിർത്തികൾ കടന്ന് പ്രവർത്തിക്കുന്ന സംഘടിത ക്രിമിനൽ ശൃംഖല തകർക്കാൻ സാധിച്ചെന്നാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിലയിരുത്തൽ. ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം സുൽത്താനറ്റിൽ വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത്. മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള നിയമനിർമ്മാണം മെച്ചപ്പെടുന്നതിൽ ഒമാൻ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് എൻക്വയറീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജമാൽ ബിൻ ഹബീബ് അൽ ഖുറൈഷി പറഞ്ഞു. പൊതുജന അവബോധം വളർത്തുന്നതിനും മനുഷ്യക്കടത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരകളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതിനുമായി അമാൻ എന്ന പേരിൽ ക്യാമ്പയിൻ ദേശീയ സമിതി ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യക്കടത്ത് ഇരകളെ മികച്ച രീതിയിൽ തിരിച്ചറിയുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ROP ഒരു പുതിയ സംവിധാനവും ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധി കേസുകളാണ് സുൽത്താനറ്റ് കൈകാര്യം ചെയ്തത്. അറബ് ഏഷ്യൻ രാജ്യങ്ങളിലെ വ്യക്തികൾ ടൂറിസ്റ്റ് വിസയിൽ ഒമാനിൽ പ്രവേശിച്ച് നിയമവിരുദ്ധമായി അവയവ മാറ്റിവെക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തുകയും ചെറുക്കുകയും ചെയ്തു. വൃക്ക ആവശ്യമുള്ള നിർദ്ധരായ രോഗികളെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. വിദേശ സ്ത്രീകളെ ഒമാനിലേക്ക് ആകർഷിക്കുന്നതിനായി വ്യാജ തൊഴിൽ പരസ്യങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിസിറ്റ് വിസകളിൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് നിയമവിരുദ്ധമായി ജോലി ചെയ്യിപ്പിക്കുന്ന കേസുകൾ കൈകാര്യം ചെയ്തു. ഇറ്റാലിയൻ അധികൃതർ തിരയുന്ന വ്യക്തിയെ ഒമാനിൽ പിടികൂടി അന്താരാഷ്ട്ര പ്രോട്ടോക്കോളുകൾ പാലിച്ച് നാട് കടത്തിയെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. ഗൾഫിൽ പ്രവാസി കുടുംബങ്ങളിലെ ഗാർഹിക പീഡനങ്ങളെ നേരിടാൻ മീഡിയ 1 തുടക്കമിട്ട മൗനം വെടിയാം അതിജീവിക്കാം എന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ തുടരുകയാണ്. ഗാർഹിക പീഡനങ്ങളിൽ മൗനം വെടിയേണ്ടത് ഇരകൾ മാത്രമല്ല, ഇത് തിരിച്ചറിയുന്ന മറ്റുള്ളവർ കൂടിയാണെന്ന് ദുബായിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിജി രവീന്ദ്രൻ പറയുന്നു. നിരന്തരമായി പീഡനത്തിനിരയായവർ വേദന തിരിച്ചറിയാൻ കഴിയാത്ത വിധം ട്രോമ ബോണ്ടിങ്ങിന് വിധേയമായിട്ടുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇവർ. ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് വരുമ്പോഴും എല്ലാം ഞാനൊന്ന് അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കേസസ് എടുത്ത് നോക്കി ഓരോന്നിനെയും പഠിക്കുമ്പോൾ കഥകൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അവരുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം സെയിം ആണ്. ഇതേപോലെ വീട്ടുകാർ കൈകാര്യം ചെയ്ത രീതിയും സെയിം ആണ്. നമുക്ക് പറയാൻ എളുപ്പമാണ്. അവൾക്ക് തിരിച്ചു പോയിക്കൂടെ, വിദ്യാഭ്യാസം ഇല്ലേ, എന്തിനും ഇവിടെ കിടക്കുന്നു, വീട്ടിൽ ചെന്നാൽ ഒരു റൂം ഓപ്പണായി കിടക്കുന്നു, ഇങ്ങനെയുള്ള പല ഡയലോഗ്സും ഇതൊരു ക്ലീഷേ ഡയലോഗ്സാണ്, മരിക്കുമ്പോൾ മാത്രം പറയുന്ന ഒരു ഡയലോഗ്. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. ആ കൂടെ ജീവിക്കുന്ന പാർട്ട്ണറിന് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്.
അവർ ചെയ്യുന്ന ഒരേ മെത്തേഡാണ്. അവരുപയോഗിക്കുന്നതും കുട്ടികളെ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട്, അതായത് ട്രോമ ബോണ്ടിങ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ഈ പലതരം ചൂഷണങ്ങൾ, അതായത് പല ട്രോമകളാകാം, പല അബ്യൂസും ആകാം. അത് മെൻ്റൽ അബ്യൂസ് ആവാം, ഫിസിക്കൽ അബ്യൂസ്, അതാണ് നമ്മൾ കുറേ വീഡിയോസ് കണ്ടത്. സെക്ഷൽ അബ്യൂസ് ആവാം, ഫിനാൻഷ്യൽ അബ്യൂസ് ആവാം, ഇമോഷണൽ അബ്യൂസ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അബ്യൂസ് അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു സമയമാകുമ്പോൾ ഇവർ ഈ വില്ലനെ സ്നേഹിച്ചു തുടങ്ങും. കാരണം ഇവർക്കറിയില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ. ഇവർ ആ ട്രോമ ബോണ്ടിങ്ങിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെങ്ങോട്ട് നോക്കിയാലും അവർ കാണുന്ന ആ ഡാർക്ക്നെസ്സും അൾട്ടിമേറ്റ് പേഴ്സൺ അവർക്ക് എസ്കേപ്പ് ചെയ്യാവുന്നത് ഈ വ്യക്തി മാത്രമായിട്ട് മാറും. ആ ട്രോമ ബോണ്ടിങ്ങിലായിരിക്കും. അതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കും, ലവ് ബോംബിങ്, ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കും. അതായത് നിനക്കാണ് പ്രോബ്ലം, നിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, നീ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ്, നിൻ്റെ ഓവർ തിങ്കിങ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ ഇവരെ പെടുത്തിക്കളയും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്കൊരു എസ്കേപ്പ് എന്നുള്ളത് ഒരിക്കലും കാണില്ല. ഇതെന്തെങ്കിലും ശരിയാവും എന്നുള്ളൊരു ഹോപ്പിലായിരിക്കും. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനുള്ളവരുമാണ്. കോൺസ്റ്റൻ്റ്ലി ഇത് ആരാണോ കാണുന്നതും കേൾക്കുന്നതും, അത് ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, അവർ മനസ്സിലാക്കണം ഇത് ശരിയായ വഴിക്കല്ല. എത്രയും പെട്ടെന്ന് ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് അവരുടെ സെൽഫ് വർത്തും സെൽഫ് അവെയർനെസ്സും ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ഒരു സെൽഫ് റിയാലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതിനെ മനസ്സിലാക്കി കൊടുത്ത് ഒരു പുതിയ പ്രോസ്പെക്റ്റീവിൽ ഇങ്ങനെയല്ല യഥാർത്ഥ ജീവിതം, ഇതല്ല, ഇതിൻ്റെ ബിയോണ്ട് ഒരു വേൾഡ് ഉണ്ട്, അതിനൊരു എക്സിറ്റ് ഡോർ ഉണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ നമ്മളൊരു പുതിയ പ്രോസ്പെക്റ്റീവിൽ പുതിയൊരു ലൈഫിലേക്ക് അവരെ കൊണ്ടുപോകാറാണ് നമ്മൾ ചെയ്യാറ്. ഇതിൽ കൂടെ നമുക്ക് കൂടുതലും വേണ്ടത് അവെയർനെസ് ആണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. 17,000-ഓളം പേരാണ് ഇതുവരെ അപേക്ഷിച്ചത്. കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള തീർത്ഥാടകർക്ക് ഇത്തവണ മുൻഗണന നൽകുന്നുണ്ട്. ഈ മാസം ആദ്യവാരത്തിലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിലുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. ഇതുവരെയായി സംസ്ഥാനത്തു നിന്ന് ഹജ്ജിനായി രജിസ്റ്റർ ചെയ്തത് 16,943 പേരാണ്. നാളെയാണ് രജിസ്ട്രേഷനുള്ള സമയപരിധി അവസാനിക്കുന്നത്. 3,342 പേർ 65 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിലും 2,216 പേർ ലേഡീസ് വിത്തൗട്ട് മഹ്റം വിഭാഗത്തിലുമാണ് അപേക്ഷിച്ചത്. 689 പേർ കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അവസരം ലഭിക്കാത്തവരാണ്. ഇവർക്ക് ഇത്തവണ മുൻഗണന ലഭിക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനായി കഴിഞ്ഞ വർഷത്തെ കവർ നമ്പർ അപേക്ഷയോടൊപ്പം രേഖപ്പെടുത്തണം. ഈ കവർ നമ്പറിലുള്ളവരെ മാത്രമേ ഇവർക്ക് ഇത്തവണ കൂടെ കൂട്ടാനാവൂ. ജനറൽ ബി വിഭാഗത്തിലാണ് അപേക്ഷ നൽകേണ്ടത്. ജനറൽ വിഭാഗത്തിൽ 10,696 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയായിരിക്കും ഹജ്ജിന് അവസരം നൽകുക. മറ്റു വിഭാഗങ്ങൾക്ക് നേരിട്ട് അവസരം നൽകാനാണ് സാധ്യത. സാബിത് സലീം, മീഡിയ 1, മക്ക. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിലായി എത്തിയത് 2 കോടിയോളം യാത്രക്കാരാണെന്ന് കണക്കുകൾ. 1,28,000-ലധികം വിമാന സേവനങ്ങളും ലഭ്യമാക്കി. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റേതാണ് കണക്കുകൾ. 1.9 കോടി യാത്രക്കാരാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് വിവിധ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചത്. 116 വിമാന കമ്പനികളുടെ സഹകരണത്തോടെയായിരുന്നു സേവനം. 1,28,000-ലധികം വിമാന സേവനങ്ങളാണ് ലഭ്യമാക്കിയിരുന്നത്. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റേതാണ് കണക്കുകൾ. 14 ലക്ഷത്തിലേറെ തീർത്ഥാടകർ രാജ്യത്തെത്തിയത് 6 പ്രധാന വിമാനത്താവളങ്ങൾ വഴിയാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 12 ടെർമിനലുകളാണ് ഇതിനായി ഒരുക്കിയിരുന്നത്. ബാഗേജ് രഹിത യാത്രക്കാർ എന്ന പദ്ധതിയും ഇത്തവണ നടപ്പാക്കിയിരുന്നു. ഇതുവഴി മക്ക, മദീന എന്നിവിടങ്ങളിൽ ബാഗേജുകൾ തീർത്ഥാടകർക്ക് നേരിട്ടെത്തിച്ചു. 10 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് പദ്ധതിയുടെ ഭാഗമായത്. കൈകാര്യം ചെയ്തത് 16 ലക്ഷത്തിലേറെ ബാഗേജുകളും. മുൻകൂട്ടി സംസം വെള്ളം നാട്ടിലെത്തിച്ചു കൊടുക്കുന്ന സേവനവും ലഭ്യമാക്കിയിരുന്നു. 8,56,000 ബോട്ടലുകളാണ് വിവിധ രാജ്യങ്ങളിലേക്കായി എത്തിച്ചത്. ഹറമൈൻ ട്രെയിനുമായി ബന്ധിപ്പിച്ച വിമാന സേവനങ്ങളും ലഭ്യമാക്കി. 2,53,000 ഹാജിമാർക്കാണ് സംവിധാനം ഗുണം ചെയ്തത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന പരിശോധനയിൽ 4 ടൺ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. വ്യാജ ലേബലുകൾ ചേർത്ത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു വിൽപ്പന. ചില ഉൽപ്പന്നങ്ങളിൽ 4 മാസം മുതൽ 1 വർഷം വരെ തീയതികൾ നീട്ടിയെഴുതിയതായി കണ്ടെത്തിയതായും അധികൃതർ അറിയിച്ചു. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും കുറ്റവാളികളെ പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. കുവൈത്തിലെ സിവിൽ ID ഫോട്ടോ ഇനി സഹൽ ആപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യാം.
പൗരന്മാർക്കും പ്രവാസികൾക്കും വേണ്ടി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനാണ് പുതിയ സേവനം പുറത്തിറക്കിയത്. വ്യക്തിഗത ഫോട്ടോയും സിവിൽ ഐഡിയുടെ പകർപ്പും ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ സഹൽ ആപ്പ് വഴി അപ്ലോഡ് ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൾ പാസീവ് പരിശോധനയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് അറിയിപ്പ് ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഏഷ്യ കപ്പിൽ കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ദുബൈയിൽ കളിക്കാൻ കഴിയുന്നത് ആവേശകരമാണെന്നും താരം പറഞ്ഞു. ദുബൈയിൽ സ്വകാര്യ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സഞ്ജുവിന്റെ പ്രതികരണം. അത് നമുക്ക് കണ്ടറിയാൻ ചേട്ടാ. ഇനി ഒരു മാസം കൂടെ ഉണ്ട് ടൂർണമെന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിൽ എന്തായാലും കേരളം വിട്ട് ദുബൈയിലെത്തുമ്പോൾ ഇത്രയും ആവേശവും ഇത്രയും സന്തോഷത്തോടെ നമ്മുടെ നാട്ടുകാർ കൂടെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഭയങ്കര തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അണ്ടർ-19 വേൾഡ് കപ്പും ഏഷ്യ കപ്പും പിന്നെ IPL ഇവിടെ കളിക്കുമ്പോൾ തന്നെ സ്റ്റേഡിയമിൽ ഇറങ്ങുമ്പോൾ തന്നെ നാട്ടുകാരുടെ ആ ഒരു ചിയറും ആ ഒരു സന്തോഷവും കാണുന്നത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ കാത്തിരിക്കുന്നു ആ ദിവസത്തിന് വേണ്ടി. രാജ്യത്ത് കൊടും ചൂട് തുടരുന്നതിനിടെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് അധികൃതർ. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഖത്തറിലെ ശരാശരി താപനില. പൊള്ളുന്ന ചൂടിലൂടെയാണ് നിലവിൽ ഖത്തർ കടന്നുപോകുന്നത്. രാജ്യത്തിന്റെ ശരാശരി താപനില 40 ഡിഗ്രിക്കും 46 ഡിഗ്രിക്കുമിടയിൽ. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ഭൂരിഭാഗം ഗവൺമെന്റ് വകുപ്പുകളും മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അയഞ്ഞതും മൃദുനിറവുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, പുറത്തു പോകുമ്പോൾ ഓരോ 30 മിനിറ്റും വിശ്രമിക്കുക, കുട്ടികളെ വാഹനങ്ങളിൽ ഒറ്റക്കാക്കി പോകാതിരിക്കുക തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. 49 ഡിഗ്രിയാണ് ബുധനാഴ്ച രാജ്യത്ത് അനുഭവപ്പെട്ട ഏറ്റവും കൂടിയ താപനില. വരും ദിവസങ്ങളിൽ ചൂടിനൊപ്പം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. മീഡിയ 1 ദോഹ. ബാഗേജ് ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ച സൗദിയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയ ആപ്പിളുമായി സഹകരിച്ചാണ് പുതിയ സംവിധാനം. മൊബൈൽ ആപ്പ് വഴിയായിരിക്കും സേവനം ലഭ്യമാവുക. ബാഗേജ് നഷ്ടപ്പെടുക, വൈകുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ബാഗേജുകൾ ട്രാക്ക് ചെയ്യാനാണ് പുതിയ സംവിധാനം. ആപ്പിൾ ആപ്പായ ഫൈൻഡ് മൈ എന്ന ആപ്പിലൂടെയായിരിക്കും സേവനം. ബാഗേജുകളിലെ എയർ ടാഗുകൾ അല്ലെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നിവ ആപ്പുമായി പെയർ ചെയ്താണ് ട്രാക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുക. ഐഫോൺ, ഐപാഡ്, മാക് എന്നീ ഡിവൈസുകളിലാണ് സേവനം ലഭ്യമാവുക. ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക, നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുക, ആഗോള നിലവാരത്തിലുള്ള യാത്രാനുഭവം, ഏവിയേഷൻ മേഖലയിലെ വികസനം, ബാഗേജുകൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പുതിയ സംവിധാനം. നിലവിൽ ആപ്പിൾ ഡിവൈസുകളിൽ മാത്രമായിരിക്കും സേവനം ലഭ്യമാവുക. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. UAEയിലെ ധനവിനിമയ സ്ഥാപനമായ അൽ നഹദി എക്സ്ചേഞ്ചിന്റെ ലൈസൻസ് റദ്ദാക്കി. കള്ളപ്പണം, തീവ്രവാദ ഫണ്ടിംഗ് എന്നിവ തടയാനുള്ള ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി UAE സെൻട്രൽ ബാങ്കാണ് നടപടി സ്വീകരിച്ചത്. ധനവിനിമയ സ്ഥാപനങ്ങളും ബാങ്കുകളും AML ചട്ടം പാലിക്കണമെന്ന് നിർബന്ധമാണ്. ഇത് ലംഘിച്ച ബാങ്കുകൾക്കെതിരെയും കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ. ഒമാൻ ഗതാഗത നിയമപ്രകാരം നിയമലംഘകരുടെ ലൈസൻസ് റദ്ദാക്കും. ഇതിനു പുറമെ 500 റിയാൽ പിഴയും 3 മാസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും അധികൃതർ വീണ്ടും ഓർമ്മിപ്പിച്ചു. അതേസമയം സലാലയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയതിന് പിടിയിലായ സ്വദേശി പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് കുവൈത്തിലെ ഹവല്ലി ഗവർണറേറ്റിൽ വിവിധ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. സുരക്ഷാ, അഗ്നിപ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തിരിച്ചറിയാനാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പരിശോധനയിൽ നിരവധി ലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായും ചില സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായും അധികൃതർ അറിയിച്ചു. ദോഫാറിന്റെ ചരിത്രത്തിലേക്കും പഴമയിലേക്കും മിഴി തുറന്ന സലാലയിൽ ദോഫാർ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചു. ഖരീഫിനോടനുബന്ധിച്ച നിർമ്മാണം പൂർത്തിയായ മ്യൂസിയം ദോഫാർ ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത്. നഗരഹൃദയത്തിൽ 2 നിലകളിലായി പൂർത്തിയായ മ്യൂസിയം ദോഫാർ ഗവർണർ ഹിസ് ഹൈനസ് സെയ്ദ് മർവാൻ ബിൻ തുർക്കി അൽ സെയ്ദിന്റെ രക്ഷാകൃതത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ മ്യൂസിയം സ്ഥാപകൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ മൊഹസിൻ സാലിം അൽ സൈൽ അൽ ഖസാനിയും സംബന്ധിച്ചു. സലാല സെന്ററിൽ അൽസലാം റോഡിന് സമീപമായി ആരംഭിച്ച മ്യൂസിയത്തിൽ 800-ലധികം പുരാവസ്തുക്കൾ പ്രൊഫഷണൽ വിധത്തിൽ രേഖപ്പെടുത്തുകയും ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്കുള്ള വഴി ഗൂഗിൾ മാപ്പിൽ ദോഫാർ മ്യൂസിയം എന്ന് സെർച്ച് ചെയ്താൽ ലഭ്യമാണ്. 2 നിലകളിലായി 1000 ചതുരശ്ര മീറ്ററിലാണ് മ്യൂസിയം ഉള്ളത്. 14 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ 4 എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സും പിന്നെ കറൻസി ഉണ്ട്. അല്ലാതെ ഒരുപാട് കാണാനായിട്ട്
ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളിലായി സന്ദർശകർക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളടക്കം അനുഭവിക്കാനും സൗകര്യമുണ്ട്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് പ്രവർത്തന സമയം. 9 വയസ്സിന് മുകളിലുള്ളവർക്ക് 1 റിയാലാണ് പ്രവേശന നിരക്ക്. ഗ്രൂപ്പുകൾക്ക് പ്രത്യേക നിരക്കളവുണ്ട്. ദോഫാറിൻ്റെ ചരിത്രപരമായിട്ടുള്ള കൾച്ചറിക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ദോഫാർ ഗവർണറേറ്റിലെ സാംസ്കാരിക പാരമ്പര്യ ടൂറിസത്തിന് ഇത് വലിയ സംഭാവനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായും ഈ ഖരീഫ് കാലത്ത് കണ്ടിരിക്കേണ്ടുന്ന ഒരു ഇടം കൂടിയാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇൻഡോ ഒമാൻ സൗഹൃദത്തിൻ്റെ ശേഷിപ്പുകളും ചിഹ്നങ്ങളും നമുക്കിവിടെ കാണാനാകും. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം KA സലാഹുദ്ദീൻ, മീഡിയ 1, സലാല. ഖത്തറിൽ മെട്രാഷ് ആപ്ലിക്കേഷൻ വഴിയുള്ള വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റം കൂടുതൽ സുതാര്യമാക്കി. ഇടപാടിന് മുമ്പ് വാങ്ങുന്നയാളുടെ അംഗീകാരം കൂടി ഉൾപ്പെടുത്തിയാണ് ആപ്ലിക്കേഷൻ പരിഷ്കരിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് ആണ് കൂടുതൽ സൗകര്യങ്ങളോടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തത്. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റം സുരക്ഷിതവും ഉപഭോക്തൃ സൗഹൃദവുമാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. വാഹനത്തിന് ട്രാഫിക് നിയമലംഘനങ്ങളൊന്നുമില്ലെങ്കിൽ മെട്രാഷ് ആപ്പ് വഴി ഉടമസ്ഥാവകാശം തടസ്സങ്ങളില്ലാതെ മാറ്റാനാകും. കൈമാറ്റം പൂർത്തിയാക്കുന്നതിന് മുമ്പ് വാങ്ങുന്നയാളുടെ സ്ഥിരീകരണം ആവശ്യമാണ്. റെസിഡൻസി പെർമിറ്റുകളുടെ അപേക്ഷ, പുതുക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ്, ഗതാഗത ലംഘനം റിപ്പോർട്ട് ചെയ്യൽ തുടങ്ങി നിരവധി ഈ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സമഗ്ര മൊബൈൽ പ്ലാറ്റ്ഫോമാണ് മെട്രാഷ് ആപ്പ്. മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ സേവനം ലഭ്യമാണ്. മീഡിയ 1, ദോഹ. മത്സ്യബന്ധന നിയമലംഘനത്തിനും മലിനീകരണത്തിനും എതിരെ നടപടി വേണമെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി. ബീച്ചുകളിൽ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ സമുദ്രജീവികൾക്ക് ഗുരുതര ഭീഷണിയാണെന്ന് മുനിസിപ്പാലിറ്റി പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ മുഹമ്മദ് അൽ സിൻഡാർ പറഞ്ഞു. പവിഴപ്പുറ്റുകളും സമുദ്ര ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ എല്ലാവരും സഹകരിക്കണം. സമുദ്ര പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ദേശീയ തലത്തിൽ ശക്തമായ ഇടപെടൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസയിലെ വിശക്കുന്ന കുഞ്ഞുങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ബഹ്റൈനിലെ വേനലവധി ക്യാമ്പിലെ വിദ്യാർത്ഥികൾ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനും മലർവാടി ബാലസംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മർ ഡിലൈറ്റ് സീസൺ 3 ക്യാമ്പിലായിരുന്നു വരച്ച ചിത്രങ്ങളും കൊളാഷുകളും ഉയർത്തിപ്പിടിച്ച കുട്ടികളുടെ ഐക്യദാർഢ്യം. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സാൽമിയയിലെ അൽ മുഗീറ ബിൻ ഷുബ സ്ട്രീറ്റ് താൽക്കാലികമായി അടിച്ചിടുന്നതായി കുവൈത്ത് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. 2 ആഴ്ചത്തേക്കാണ് ഹമദ് അൽ മുബാറക് സ്ട്രീറ്റിലെ കവല മുതൽ പാസ്പോർട്ട് റൗണ്ട് അബൌട്ട് വരെയുള്ള ഭാഗം അടച്ചിടുക. യാത്രക്കാർ ബദൽ വഴികൾ ഉപയോഗിക്കണമെന്നും ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ജീവനക്കാർക്ക് ഇലക്ട്രിക് കാറുകൾ സമ്മാനമായി നൽകി UAE-യിലെ സ്വകാര്യ സ്ഥാപനം. മലയാളി ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കമ്പനിയായ സേഫ് ലൈൻ ഗ്രൂപ്പാണ് ജീവനക്കാരെ വിലയേറിയ കാർ സമ്മാനമായി നൽകി ഞെട്ടിച്ചത്. 100 ജീവനക്കാർക്കാണ് കമ്പനി ഇലക്ട്രിക് കാറുകൾ നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ദുബൈയിലും അബുദാബിയിലുമായി 16 കാറുകൾ കൈമാറി. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവർക്ക് കൂടി കാറുകൾ കൈമാറും. ഇലക്ട്രിക്കൽ ട്രേഡിംഗ് മേഖലയിൽ ഗൾഫ് മേഖലയിലെ മുൻനിര സ്ഥാപനമാണ് സേഫ് ലൈൻ. കാസർഗോഡ് സ്വദേശിയായ ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോലാണ് സ്ഥാപനത്തിന്റെ ഉടമ. കമ്പനിയുടെ വളർച്ചയ്ക്ക് കരുത്തുപകരുന്ന സഹപ്രവർത്തകരെ ചേർത്ത് നിർത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് ഈ സമ്മാനം. ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയായ BYD-യുടെയും പ്രീമിയം SUV ആയ NIO-യുടെയും പുതിയ മോഡൽ ഇലക്ട്രിക് കാറുകളാണ് ജീവനക്കാർക്ക് ലഭിച്ചത്. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള UAE-യുടെ പദ്ധതിക്ക് കരുത്തുപകരാനാണ് സമ്മാനമായി ഇലക്ട്രിക് കാറുകൾ നൽകിയതെന്ന് ഡോക്ടർ അബൂബക്കർ പറഞ്ഞു. മീഡിയ 1, ദുബൈ. ബഹ്റൈൻ KMCC-യുടെ നേതൃത്വത്തിൽ പ്രവാസി വോട്ട് ചേർക്കൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. കരുത്തുറ്റ ജനാധിപത്യത്തിന് പ്രവാസിയുടെ കയ്യൊപ്പ് എന്ന പ്രമേയത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. മനാമയിലെ സംഘടനാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളികുളങ്ങര ഉദ്ഘാടനം ചെയ്തു. റോഡിൽ സാഹസിക പ്രകടനം നടത്തിയതിൽ നടപടിയുമായി അബുദാബി പോലീസ്. വാഹനങ്ങൾ പിടിച്ചെടുത്ത് കടുത്ത പിഴയാണ് ചുമത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ലിവ മേഖലയിൽ സംഘടിച്ചെത്തിയ യുവാക്കൾ റോഡിൽ അഭ്യാസം നടത്തിയത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ അഴിച്ചുമാറ്റി നടത്തിയ നിയമലംഘനം മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തി നടപടിയെടുക്കുകയായിരുന്നു. ബഹ്റൈൻ വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയെന്ന് കണക്കുകൾ. യാത്രാ വിമാനങ്ങളുടെയും ചരക്ക് വിമാനങ്ങളുടെയും എണ്ണത്തിൽ വർധനവുണ്ടായി.
ജൂൺ മാസത്തെ കണക്കുകൾ പ്രകാരം 7,80,771 പേരാണ് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രക്കായി ഉപയോഗിച്ചത്. ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് ഇന്ത്യയിലെ ഹൈദരാബാദിലേക്കാണ്. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ അനുസരിച്ച് 14,133 പേരാണ് ജൂണിൽ മാത്രം ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്തത്. ഇത് മുമ്പത്തേതിനെ അപേക്ഷിച്ച് 67% വർധനവാണ്. ജൂൺ മാസത്തെ കണക്കുകൾ അനുസരിച്ച് ആകെ 8,011 വിമാനങ്ങളാണ് ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഇറങ്ങുകയും പുറപ്പെടുകയും ചെയ്തത്. 4,007 വിമാനങ്ങൾ പുറപ്പെടുകയും 4,004 വിമാനങ്ങൾ രാജ്യത്തിറങ്ങുകയും ചെയ്തു. 30,351 ടൺ സാധനങ്ങളും മെയിലുകളും കഴിഞ്ഞ മാസം മാത്രം വിമാനത്താവളം കൈകാര്യം ചെയ്തു. മീഡിയ 1 ബഹ്റൈൻ. കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നടത്തിയ പൊതുപരീക്ഷയിൽ കുവൈത്തിലെ ഇസ്ലാഹി സെന്ററിന് കീഴിലുള്ള മദ്രസകൾ 100% വിജയം നേടി. അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് സ്കൂളായിരുന്നു പരീക്ഷാ സെന്റർ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പൊതുപരീക്ഷ നടന്നത്. കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമായി വിവിധ സെന്ററുകളിലാണ് പരീക്ഷ നടത്തിയത്. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് കീഴിൽ അബ്ബാസിയ, ഫഹാഹിൽ, സാൽമിയ എന്നിവിടങ്ങളിലാണ് മദ്രസകൾ പ്രവർത്തിക്കുന്നത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തിനുള്ള അഡ്മിഷൻ ആരംഭിച്ചുവെന്ന് IIC വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈത്ത് ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അദാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് നടക്കുക. QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ. കൂടുതൽ വിവരങ്ങൾക്കായി ഭാരവാഹികളുമായി ബന്ധപ്പെടാം. മുൻ ജിദ്ദ പ്രവാസിയും UAE ബിസിനസ്സുകാരനുമായ ഹംസ പൊന്മള എഴുതിയ നോവൽ ലോക്ക്ഡൌണിന്റെ തമിഴ് പതിപ്പ് പ്രകാശനം ചെയ്തു. കോവിഡ് കാലത്ത് മാലദ്വീപിൽ ക്വാറന്റൈനിലുണ്ടായിരുന്ന അനുഭവങ്ങൾ കോർത്തിണക്കിയാണ് നോവൽ പ്രസിദ്ധീകരിച്ചത്. എഴുത്തുകാരൻ ഡോക്ടർ TM രഘുറാമാണ് തമിഴ് മൊഴിമാറ്റം നടത്തിയത്. കോയമ്പത്തൂർ പുസ്തകോത്സവത്തിൽ തമിഴ് എഴുത്തുകാരൻ M കരീം പ്രകാശനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെ IYCC മുഖറക്ക് ഏരിയ 49ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മുഖറക്ക് കിംസ് മെഡിക്കൽ സെന്ററിൽ നടക്കുന്ന ക്യാമ്പ് ആഗസ്റ്റ് 8 വെള്ളിയാഴ്ച നടക്കും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ക്യാമ്പ്. അൽ മന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം ബഹ്റൈനിൽ പുതുതായി ആരംഭിച്ച മിതാദ് വെബ്സൈറ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സെന്റർ ശാസ്ത്രീയ വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ സഹദുള്ള അൽ മുഹമ്മദി പ്രകാശനം നിർവഹിച്ചു. പ്രസിഡന്റ് TP അബ്ദുൽ അസീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാട്ടും പറച്ചിലും എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ച തനിമ റയാൻ സോൺ 20ലധികം കലാകാരന്മാർ പങ്കെടുത്തു. സോണൽ പ്രസിഡന്റ് TK സുധീർ ഉദ്ഘാടനം ചെയ്തു. അനീസ് കൊടിഞ്ഞി, മുഹമ്മദ് റഫീഖ് തങ്ങൾ, അബ്ദുൽ ബാസിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. റാപ്റ്റേഴ്സ് 11 ബഹ്റൈനിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻസ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 3ാം സീസണിൽ ടൈഫൂൺ CC ജേതാക്കളായി. അൽ അസ്ഹർ CCയാണ് റണ്ണറപ്പ്. മികച്ച താരമായി ബാപ്പുവിനെയും ബൌളറായി അമീറിനെയും ഫൈനലിലെ താരമായി അഹമ്മദ് ഹസനെയും തെരഞ്ഞെടുത്തു. സൗദി ജിദ്ദയിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. മലപ്പുറം കരിപ്പൂർ സ്വദേശി അബ്ദുൾ റഷീദാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഹറാസാത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ദുബൈയിലെ പഴയകാല മാധ്യമപ്രവർത്തകൻ കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി ജബ്ബാരി എന്ന അബ്ദുൾ ജബ്ബാർ നാട്ടിൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ദുബായ് കേന്ദ്രീകരിച്ച് സഹൃദയ സാംസ്കാരിക സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. സലഫി ടൈംസ് എന്ന മിനി മാഗസീനും ഏറെക്കാലം പ്രസിദ്ധീകരിച്ചു. UAEയിലെ മലയാള മാധ്യമ കൂട്ടായ്മയിലും മറ്റ് സാംസ്കാരിക സംഘടനകളിലും സജീവമായിരുന്നു. ഖബറടക്കം കടപ്പൂർ മഹല്ല പള്ളി ഖബർസ്ഥാനിൽ നടന്നു.